ഈ വിമാനം മുടങ്ങി സൗദിയിൽ കുടുങ്ങിയ ഒരു ഉംറ തീർത്ഥാടകൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ശ്രീ സയ്യിദ് ആബിദ് അക്സനി, അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സയ്യിദ് ആബിദ് അക്സനി, ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? ഈ വിമാനം എപ്പോഴായിരുന്നു അവിടെ നിന്ന് പുറപ്പെടേണ്ടിയിരുന്നത്? ആ വിമാനമാണോ ഇപ്പോൾ മുടങ്ങിയിരിക്കുന്നത്? നമ്മളിപ്പോ ജിദ്ദയിലാണ് ഉള്ളത്. ഇന്നലത്തെ എയർ ഇന്ത്യ എക്സ്പ്രസിന് പുറപ്പെടേണ്ടവരായിരുന്നു. ഇന്ന് കാലത്ത് നാട്ടിലെത്തേണ്ടവരാണ്. അവർ ടൈമിൽ ഇന്നലെ മിനിയാന്ന് മുതൽക്കാണ് ക്യാൻസലൊക്കെ ആയിട്ടുള്ള വിവരങ്ങൾ വന്നിട്ടുള്ളത്. ഇത് ഏത് എയർലൈൻസിലാണ് തിരിച്ചു വരേണ്ടിയിരുന്നത് ശ്രീ സയ്യിദ് ആബിദ് അക്സനി? എയർ ഇന്ത്യ എക്സ്പ്രസിലാണ്. 2-ാം തീയതി പുലർച്ചെയുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിലാണ് ഞങ്ങള് വരേണ്ടിയിരുന്നത്. ഇപ്പോൾ ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിക്കുന്ന ഒരു കാര്യം, ഒമാനിൽ നിന്ന്, അതായത് മസ്കറ്റിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സർവീസുകൾ നാളെ പുനരാരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സർവീസുകളുടെ കാര്യത്തിൽ അവരുടെ ഭാഗത്ത് നിന്ന് അറിയിപ്പുണ്ടതായി അറിയുന്നില്ല. ഈ ഔദ്യോഗികമായി ഈ വിമാന കമ്പനി അധികൃതർ എന്തെങ്കിലും വിവരങ്ങൾ നൽകിയിട്ടുണ്ടോ? എപ്പോൾ അവിടെ നിന്ന് യാത്ര തിരിക്കാൻ കഴിയും എന്നിങ്ങനെ വിവരങ്ങൾ നൽകിയിട്ടുണ്ടോ? വിമാന കമ്പനി 4 സെക്ടറിലേക്കുള്ളത് അവിടെ കാലിക്കറ്റിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് കണ്ടിരുന്നു ഇന്ന് രാവിലൊക്കെ. വൈകുന്നേരം ആയപ്പോഴേക്കും അതും ക്യാൻസലാണ് എന്ന് പറഞ്ഞിട്ട്, 4-ാം തീയതി ക്യാൻസലാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജാണ് പിന്നെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ അവിടെ സുരക്ഷിതമായ ഇടത്തായിരിക്കുമല്ലോ ഈ സൗദിയിൽ ചിലയിടങ്ങളിലൊക്കെ ആക്രമണം നടക്കുന്നതായുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ വ്യാപക ആക്രമണമൊന്നുമല്ല, ചില കേന്ദ്രങ്ങളിൽ ചില ഇടങ്ങളിൽ മാത്രമായി. അവിടെയൊക്കെ സുരക്ഷിതമായ സ്ഥലമാണല്ലോ അല്ലേ? അത്തരം പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല, ഇവിടെ സുരക്ഷിതമാണുള്ളത്. പക്ഷെ എന്നാലും ഞങ്ങളെ ഹാജിമാരുടെ കൂട്ടത്തിലൊക്കെ വളരെ പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തേണ്ട രോഗികളായ ആളുകളൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. സ്കൂളിൽ പരീക്ഷകളെ നേരിടാൻ പോകുന്ന വിദ്യാർത്ഥികൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ വലിയൊരു പ്രയാസമായിട്ടാണ് ഇപ്പോ ഈ ഒരു നൃത്തം അവിടെ ഉള്ളത്. എത്ര പേരുണ്ട് നിങ്ങൾ അവിടെ ഈ ഒരു സംഘത്തിൽ വന്ന? 31 ആളുകൾ. അതിൽ ഈ പ്രായമായവരൊക്കെ ഉണ്ടല്ലേ? പ്രായമായവരുണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ മാത്രമല്ല, അതേപോലത്തെ മക്കത്തും കുറെ ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ട്. മദീനത്ത് കുറെ ആളുകളുണ്ട്. ഞങ്ങൾ ഫ്ലൈറ്റ് ചാലുവാക്കുന്ന സമയത്ത് വേഗം പോകാൻ നിലക്കാണ് ജിദ്ദയിലേക്ക് വന്നിട്ടുള്ളത്. ഈ അവിടെ കുടുങ്ങിക്കിടക്കുന്ന മറ്റാളുകളൊക്കെയുമായി ആശയവിനിമയം നടത്തുമ്പോൾ അവരും പറയുന്നത് എന്താണ് ശ്രീ സയ്യിദ് ആബിദ് അക്സനി? അവരും എല്ലാവരും ഇതേ പ്രയാസങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. അവർക്ക് എന്താണ് ഫുഡ് അക്കോമഡേഷന്റെ പ്രയാസങ്ങള്, റൂമിലെ എല്ലാ പ്രയാസങ്ങളൊക്കെയാണ് പറയുന്നത്. അവർ പല ആളുകളും എന്താണ് എയർലൈൻസിന് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഒന്നും കൺഫേം ആകുന്നില്ല. എല്ലാം എന്താണ് മെയിൽ ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ പ്രയാസങ്ങളാണ്. കൺഫേം ആകാത്ത ഒരു നീണ്ടുപോകുന്ന അവസ്ഥയാണ് എല്ലാവർക്കും അനുഭവപ്പെടുന്നത്. ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നോ? ഈ സർവീസ് എപ്പോൾ പുനരാരംഭിക്കും എന്നതുമായി ബന്ധപ്പെട്ട് അവരോട് ചോദിച്ചിരുന്നോ? അതെ, ട്രാവൽസ് നിരന്തരമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അപ്പൊ എയർ ഇന്ത്യ ആളുകളുടെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടേത് ഇനി എന്താണ് ഈ 3-ാം തീയതി മുതൽക്ക് ചാലു വന്നിട്ട് ഒന്നില്ലെങ്കിൽ അതിലേക്ക് മാറ്റി തരാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ മറ്റുള്ള എയർലൈൻസിലേക്ക് മാറ്റി തരാന്ന് പറഞ്ഞു. അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അവിടെ നിന്ന് മറ്റ് എയർലൈൻസുകളുടെ സർവീസ് ഉണ്ടോ ഈ സൗദിയിലെ മറ്റേതെങ്കിലും ഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക്? അങ്ങനെ പറയുന്നുണ്ടോ അവർ? അതെ, ജിദ്ദയിൽ നിന്ന് എന്താണ് സൗദിന്റെ ഫ്ലൈറ്റ് ഉണ്ട്, ഫ്ലൈനാസ് ഉണ്ട്, സലാം എയർ, ഇങ്ങനെയുള്ള ഫ്ലൈറ്റുകളൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അതിലേക്ക് ടിക്കറ്റ് മാറ്റിത്തരാം, അങ്ങനെ ശ്രമിക്കാമെന്നാണോ പറഞ്ഞത്? അതെ, അങ്ങനെ ശ്രമിക്കാമെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഒന്നും കൺഫേം ആകുന്നില്ല. ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾക്ക് പറഞ്ഞത് വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ആയിട്ട് എന്ത് ചെയ്യാം നാട്ടിലേക്ക് പോകാം എന്നുള്ളതാണ് പറയുന്നത്. എത്ര കണ്ട് കൺഫേം ആകുമെന്നറിയില്ല. നാട്ടിൽ നിന്ന് വേണ്ടപ്പെട്ട ഒരു ഇടപെടൽ അതിനുണ്ടായാൽ മാത്രമേ ഈ രോഗികൾക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ നാട്ടിലേക്ക് എത്തിപ്പെടാൻ കഴിയുള്ളൂ. തീർച്ചയായും അപ്പോൾ അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിക്കുന്നത് ഒമാനിൽ, അതായത് മസ്കറ്റിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകൾ നാളെ പുനരാരംഭിക്കുമെന്നുള്ളതാണ്. മറ്റ് രാജ്യങ്ങളുടെ കാര്യത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇപ്പോൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല. ഉടനടി അതുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. താങ്കൾക്കുമൊപ്പം സംഘത്തിലുള്ള മറ്റാളുകൾക്കും വളരെ വേഗം നാട്ടിലേക്ക് മടങ്ങിയെത്താൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.